ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ. അപ്പോൾ ഈ ഫുട്ബോളിൻ്റെ ടീമൊക്കെ വീണ്ടും കാണാം ഗൈസ്. സോ ഇതിൻ്റെ ടീം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ വീണ്ടും മാറ്റി വരുത്തിയിട്ട് വന്നിട്ട് നമ്മൾ അതേ ഒരു ടീമായിട്ട് നമ്മൾ വീണ്ടും കളിക്കുന്നു. അപ്പോൾ നമുക്ക് വൈകാത്ത മാച്ച് പോകാം. എന്ന് കളിക്കുന്ന മാതിരി തന്നെ നമുക്ക് മാച്ചിന് പോവാം. സോ ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു മൈ ലീഗ് വിന്നറാവണം. അത് തന്നെയാണ്. ടോപ്പ് പ്ലെയർ പെട്ടുപോണ്. സോ ടോപ്പ് പ്ലെയറാണ് എൻ്റെ ഒപ്പം കളിക്കാൻ പോകണത് തന്നെ. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത്തൊക്കെ നമുക്കൊന്ന് റെഡി ആക്കാം. നോക്കാം ടോപ്പ് പ്ലെയറിന് ഇതൊക്കെ മതിയോന്ന് എനിക്കറിയില്ല. ഡിഫൻഡിങ് ഒക്കെ നമുക്ക് സ്ട്രെങ്ത്ത് കൂട്ടേണ്ടി വരും. ഓക്കെ, ഇത് മതി. ഇപ്പോൾ തൽക്കാലം ഇത് മതി. ഡിഫൻഡിങ് സ്ട്രെങ്ത്ത് കൂട്ടാറുണ്ട്. ടോപ്പ് പ്ലെയറാണ്. ഞാൻ ഓടെ സ്ഥാനം 9ാമത്തെ പൊസിഷനും. ബട്ട് ടോപ്പ് പ്ലെയറും ഗസ് എങ്ങനെയൊക്കെ വരാമെന്ന് എനിക്കറിയില്ല. ബട്ട് ടോപ്പ് പ്ലെയർ അവൻ. സോ അവൻ്റെ ടീമൊന്ന് നമുക്ക് നോക്കിയിട്ട് തന്നെ വരാം. ഇതാണോ ടോപ്പ് പ്ലെയറെ? ബട്ട് നല്ല ടഫുള്ളതാകരം. ടോപ്പ് പ്ലെയർ ഉദ്ദേശിക്കുന്ന നല്ല ടോപ്പ് ഡിഫിക്കൽട്ടി, ഈസി ഡിഫിക്കൽട്ടി, റെഗുലർ, പ്രൊഫഷണൽ, അങ്ങനത്തെ ലീഗ്സ്. അപ്പോൾ അതാകരം ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല ടഫ് മാച്ച് തന്നെ ആക്കാനും കുഴപ്പമില്ല. നമുക്ക് ജയിക്കാൻ നോക്കാൻ പരമാവധി. 1ാം സ്ഥാനം പോകരുത്. ഇനിയുള്ളതൊക്കെ ടോപ്പും പ്രൊഫഷണലും അങ്ങനത്തെ ആക്കാനും കിടക്കുന്നത്. ഓക്കെ, അവൻ നേരെ അവൻ്റെ ഒരു ഇതൊക്കെ ടഫ് മാച്ച് നിങ്ങൾക്ക് കാണും. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതന്നെ ആകാനും ടഫ് മാച്ച്. ഓക്കെ, മെസ്സി തലിസ്ക അടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഗോൾ സ്കോറിങ് അടിച്ചിട്ടുണ്ട്. സോ മെസ്സി നല്ലൊരു റണ്ണായിരുന്നു. പിന്നെ മെസ്സിയുടെ നല്ലൊരു ക്രോസ് ആയിരുന്നു. ആൻഡ് തലിസ്കയുടെ നല്ലൊരു ഹെഡായിരുന്നു. 5ാമത്തെ മിനിറ്റിൽ നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ കിടിലൻ പ്ലെയറിനെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. റിക്കി ഹാർവ ഓക്കെ, പന്ത് ഇന്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ട്. ടലിസ്ക വീണ്ടും തലിസ്ക ലൂക്ക മോഡ്രിച്ച്. പക്ഷേ ലൂക്ക മോഡ്രിച്ചിൻ്റെ ത്രൂ ബോൾ തലിസ്ക നല്ല രീതിക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ കിട്ടുന്നത്. നല്ലൊരു ക്ലിയറൻസ്. മെസ്സി നല്ലൊരു ഷോട്ട് തന്നെയാണ്. ബട്ട് നല്ലൊരു സേവ് ആക്കുക. ബർക്കോള ക്രോസ്. മെസ്സിൻ്റെ ഗോൾ ബാക്ക് ഫ്ലിപ്പ്. ഈയുടെ എജ്ജാതി ഗോൾ. നമുക്ക് ആ ഗോൾ തന്നെ വേണമെങ്കിൽ കാണാം. സോ ഫ്രണ്ട്സ്, എജ്ജാതി ഗോളാ മെസ്സി. ബാക്ക് ഫ്ലിപ്പ് ബൈ മെസ്സി ഗേസ്. നമ്മൾ 2-0 ഗോളാക്കിയിട്ടുണ്ട്. സോ ബാക്ക് ഫ്ലിപ്പ് സീനാണ് ഗേസ്. ബർക്കോളൻ്റെ ഗ്രൗണ്ടർ ദിവസം ബാക്ക് ഫ്ലിപ്പ്. ഓക്കെ, നമുക്ക് ബാക്ക് ഫ്ലിപ്പാണ് മെസ്സിൻ്റെ. കുഴപ്പമില്ല. മെസ്സിൻ്റെ കിടിലൻ ഗോളിലൊരു ഗോള്. അതെന്താ കാട്ടിയത് മെസ്സി? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാക്ക് ഫ്ലിപ്പ് വീഴുന്ന്. ബട്ട് ബാക്ക് ഫ്ലിപ്പ് തന്നെ വീണു. ഓക്കെ, റിക്കി ഹാർവയുടെ കിടിലൻ റിക്കി ഡിലനാണെങ്കിൽ. ഓക്കെ, ബർക്കോളോ അത് എത്തിയില്ല. അത് ഞാൻ അയച്ചു. ബട്ട് ബർക്കോളേക്ക് കിട്ടുന്നു. ബർക്കോളേക്ക് ആ പന്തുമാടി എത്തുന്നില്ല. അതുതന്നെയാണ്. സോ വീഡിയോ ആണ് പുതിയ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഒക്കെ ഡോണറൂമ നമ്മൾ അവൻ്റെ ടീമൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ 2-0 കിടിലൻ ഗോൾസൊക്കെ അയക്കാണ്ട് നമ്മൾ ലീഡ് ഇട്ട് നിൽക്കുകയാണ് ഗേസ്. തലിസ്ക. ബട്ട് റിക്കി ഹാർവ നമ്മൾ കുറച്ച് പ്രിപ്പയറൊക്കെ ചെയ്ത് വന്നിട്ടുള്ളത്. മോട്രിച്ചിൻ്റെ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കണേന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാണ്ട് ഷോട്ടെങ്കിലും എടുക്കണേന്നു. പെട്ട് ഇല്ല. അപ്പം ഗബ്രിയൽ വരാൻ വേണ്ടി കാത്തിരുന്നടാ. അതിന് നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ടു നെയ്മർക്ക് പാസ് എടുക്കുന്നു. നെയ്മർ ടു ടലിസ്ക ടു മെസ്സി. ഓക്കെ, മെസ്സിനെ പിന്നെ ഒരു കിടിലറങ്ങ്. ഓക്കെ, മോട്രിച്ചിൻ്റെ ക്രോസ്. ബർക്കോള ജസ്റ്റ് മിസ് ഗൈസ്. കിടിലൻ്റെ ഹെഡർ തന്നെയായിരുന്നു. ബട്ട് അതും പാളിപ്പോയതാണ്. സോ മോട്രിച്ച് മെസ്സിൻ്റെ ബാക്ക് ഹീൽ വീണ്ടും. ബട്ട് മറ്റേ ബാക്ക് ഫ്ലിപ്പ് ഗോളായിരുന്നെങ്കിൽ ബാക്ക് ഹീലായിരുന്നു.
എടാ ഓക്കെ റോബേർട്സൺ വീണു റോബേർട്സൺ എങ്ങനെയും മാറ്റണം ഗൈസ്. റോബേർട്സന് പെട്ട് ഓ എടാ ഗബ്രിയലിന് ഹൈ പ്രഷർ അല്ലാതെ ബ്ലോക്കോ മനസ്സിലായിരുന്നില്ല ഗൈസ്. ഗബ്രിയൽ രക്ഷപ്പെടുത്താൻ എന്തായാലും ഗൈസ് ഗബ്രിയലിന് കിടിലം ബ്ലോക്ക് തന്നെയായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഗബ്രിയലിനെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രിയലിന് കിടിലം ബ്ലോക്ക് നമ്മളിപ്പോൾ കാണുന്നു. ബർക്കോള അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കിടിലം പ്ലേയേഴ്സ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. നമ്മൾ വീണ്ടും 2-0 ലീഡ് എടുത്താണ് പോകുന്നത്. സോ ഫ്രണ്ട്സ് നമ്മൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ടാവും. ലൂക്ക മോട്രിച്ച് ടു തലിസ്ക അതെത്തിയില്ല. ഈ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഗോൾ വീയാതെ നോക്കണം. മിനിമം ക്ലീൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് നമ്മുടെ ഒരു ഹോബി. ഓ വാട്ട് പാസ് ബ്രോ, എജാതി പാസ്സാണ് ഇന്ന്. തലിസ്കയുടെ ഫ്രീ ആണെന്ന് ആ വിഷനെ ഞങ്ങൾ കാണും. ഓടാ അത് തലിസ്കക്ക് നല്ലൊരു സ്പേസ് തലിസ്ക ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ക്രോസ് ക്രോസ് ചെയ്തു. ഓക്കെ ഇപ്പോൾ വീഡിയോയുടെ വിളിച്ച് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും തലിസ്കയോട്ടാണ് ആ പാസ്. ബട്ട് ഇത്തവണ ഡിഫൻഡർ ആളുണ്ട്, അത് ത്രോയിനാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഗോളും കൂടി ലീഡ് നമുക്ക് ചെയ്യിപ്പിച്ചാൽ അവിടെ പ്രൊഫഷണൽ അല്ല എന്തുള്ളൊരു കിഡിലം പ്ലെയറോ ഞാൻ മറന്നു കേട്ടോ. അത് ആ പ്ലെയറിൻ്റെ അവിടെ പോയിപ്പിക്കാം. ഓക്കെ ബർക്കോളോ ഷോട്ട് ബ്ലോക്കഡാണ്. റോബർട്സണ് ക്രോസ് അതും ഇൻ്റർസെപ്ഷൻ അല്ല, ബ്ലോക്കഡാണ്. ലൂക്ക മോട്രിച്ചിൻ്റെ പവർഫുൾ ഷോട്ടൊന്നുമില്ല, ബട്ട് ഓൺ ടാർഗറ്റ് പോയിരുന്നുള്ളൂ. സോ കീപ്പറിന് ഡയറക്റ്റ് അവൻ്റെ പ്ലേയേഴ്സിലേക്ക് കിട്ടും. വാട ഇൻ്റർസെപ്ഷൻ ബൈ ഗബ്രിയലിനാണ് കിഡില്ല. ഇങ്ങനത്തെ ടഫ് മാച്ചിലൊക്കെ ഗബ്രിയൽ വേണം. സോ വീണ്ടും അത് മാറിയായിരുന്നു. ഗബ്രിയലിന് തീർന്നു. ഗബ്രിയലിനെ അറിയാവുന്ന പിന്നെ ഡിഫൻസിൽ അത്ര സ്ട്രോങ് ആണെന്നല്ലെങ്കിലും. സോ അവൻ ക്ലീൻ ഷീറ്റ് നടക്കൂല. ഇനിയിപ്പോൾ വിജയത്തിലേക്ക് നമുക്ക് പതിയെ ഗോളും കൂടി അടിച്ച് നോക്കാം. ഓക്കെ റിക്കി ഹാർവ, ഓക്കെ റോബർട്സൺ, ബർക്കോളോ. ബർക്കോളോ മിസ്സാക്കി. എനിക്കൊന്നും നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ വീണ്ടും തോൽക്കുമോ എന്നറിയില്ല. ഓക്കെ അവിടെ മെസ്സിൻ്റെ ഗഡിലെ ഇൻ്റർസെപ്ഷൻ. മെസ്സി നമുക്ക് നെയ്മറിന് ഈ മാച്ചിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. സെൻട്രലിൽ ലൂക്കമ്പൊന്നും കാണണമെങ്കിൽ നെയ്മറിനെ നമ്മൾ ഇറക്കിയിട്ടൊന്നും കണ്ടിട്ട് പാടില്ല. വാട ബോൾ ബ്രോ പെട്ട് ചെറുതായിട്ടൊന്ന് പെട്ടിട്ടുണ്ട്. വാട സേവ് ബൈ ഡോണറൂമ. ഞാൻ തീർന്ന് വിചാരിച്ചാണ്, ബട്ട് ഡോണറൂമൻ്റെ സേവ് ഇതെങ്ങനെയാലും നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. സമനിലായ പിന്നെയും പെടും. സോ നമുക്ക് ക്ലിയറൻസ് ഇതാ ചെയ്യാനായിട്ട് നിൽക്കാം. ഡോണറൂമയുടെ പഞ്ചിങ് ആണ് ഗൈസ്, കിടിലം പഞ്ചിങ്. നെയ്മർ എന്താ കാട്ടുന്നത്? ഓക്കെ നെയ്മർക്ക് വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും നെയ്മർ അവിടെ നിന്ന് കാട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ നെയ്മർ ടു റോബർട്സൺ ടു നെയ്മർ ഓക്കെ ടു ബർക്കോളോ